ഉണ്ടാക്കി തീർക്കുന്നത്. എല്ലാ മതവിഭാഗക്കാരോടുള്ളതായ കടമകൾ നിർവഹിക്കുന്നതായ യഥാർത്ഥ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരോടും, മതമുള്ളവനോടും ഇല്ലാത്തവനോടും ഒക്കെ നമുക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള കടപ്പാടുകൾ, ആ കടപ്പാടുകൾ നിർവഹിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട മോമിനിയങ്ങൾ. ഇവിടുത്തെ മൃഗങ്ങളോട് നമുക്ക് കടപ്പാടുകളുണ്ട്, ഇവിടുത്തെ മനുഷ്യരോട് മൃഗങ്ങളോട്, സസ്യങ്ങളോട് കടപ്പാടുകളുണ്ട്, മരങ്ങളോട് കടപ്പാടുണ്ട്, വെള്ളത്തിനോട് കടപ്പാടുണ്ട്, ഈ ഭൂമിയോട് നമുക്ക് കടപ്പാടുണ്ട്. ഈ കടപ്പാടുകളൊക്കെ നമ്മൾ നിർവഹിക്കണം. അത് വിശുദ്ധ ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ശരീഅത്തിന്റെ ഈ പഠനം ഇവിടെ നടത്തപ്പെടുമ്പോൾ എല്ലാ കടപ്പാടുകളും, എല്ലാ വസ്തുക്കളോടുള്ള കടപ്പാടുകളും നിർവഹിക്കണ ഒരുത്തനെയാണല്ലോ ഈ മദ്രസയിൽ നിന്ന് നമ്മളിവിടെ ഉണ്ടാക്കി തീർക്കണമെന്നുള്ള നിലക്ക് ലോകത്തുള്ള അള്ളാഹുവിന്റെ എല്ലാ മഖ്ലൂഖാത്തുകളും സന്തോഷിക്കണ ഒരു മുഹൂർത്തമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ് ഈ കേരളക്കരയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമാണ് നമ്മളൊക്കെ ഇതേപോലെ ഒരു മുഅ്മിനീങ്ങൾക്കുള്ളതായ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവാനുള്ളതായ കാരണം. ആ നിലക്കുള്ള ഒരു വലിയൊരു പ്രവർത്തനമാണ്. നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു പണിയാണ് സമസ്ത ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിലേക്കുള്ളൊരു പാലാണെന്ന് പറഞ്ഞത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ സാന്നിധ്യമാണ് ഇവിടെ 10,000 മദ്രസകൾ. ഇത് പൊള്ളുകൂട്ടി പറയല്ല, അങ്ങനെയല്ല, അങ്ങനത്തെ മദ്രസകൾ ഇവിടെ ഉണ്ട്. 10,700 ചില്ലാനം മദ്രസകൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഈ കേരളക്കാർ എവിടെ ഉണ്ടോ, അല്ലെങ്കിൽ സമസ്തയോട് ബന്ധപ്പെട്ടവർ എവിടെയൊക്കെ ഉണ്ട്. ഈ മദ്രസയിൽ കൂടിയൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ശരീഅത്തിനെയാണ്. അപ്പൊ ശരീഅത്തിനെ പഠിപ്പിക്കപ്പെടുന്ന ഈ സ്ഥാപനങ്ങളാവുമ്പോൾ ആ ശരീഅത്ത് പഠിച്ചു വരുന്നവൻ അവന് വളരെ നല്ല സ്വഭാവക്കാരനായിരിക്കും. അവന് ഒരു എല്ലാ മതസ്ഥരോടും മതമില്ലാത്തവനോടും മൃഗങ്ങളോടും എല്ലാ സാധനങ്ങളോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയ ഒരാളായി. അതുകൊണ്ടാണ് എല്ലാവരും സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്തം. അപ്പം നമ്മളൊക്കെ മോമിനികളാണെന്ന് പറഞ്ഞതിൽ നമ്മൾ അഭിമാനിക്കണം. പക്ഷേ ഈ അഭിമാനം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ മോമിന്റെ സ്വഭാവങ്ങൾ നമുക്കുണ്ടാവണം. യഥാർത്ഥ മോമിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ വിശുദ്ധാക്കുക. ഹൃദയത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളാവണം നമുക്കുണ്ടാവണം. ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ഒരാളോട് എന്തെങ്കിലും ഒരാളിലൊരു അപമാനം, ഒരു നിരോധിക്കപ്പെടേണ്ട ഒരു കാര്യം കണ്ടാൽ നമ്മളെന്താ ചെയ്യല്? അങ്ങാടിയിട്ട് വേണം ചീത്ത പറയും. എന്താ ഇജ്ജ് നിൽക്കേച്ചില്ല, അല്ലെങ്കിൽ ഇജ്ജ് നോമ്പ് പറ്റിയില്ല, അല്ലെങ്കിൽ ഇജ്ജ് കള്ളു കുടിച്ചാൻ പോയോ, ഹംകെന്നൊക്കെ പറഞ്ഞ് അവനെ പരസ്യമായി അവഹേളിക്കുന്ന സ്വഭാവമാണ് നമ്മളിൽ നിന്നുണ്ടാവുന്നത്. ഇത് ശരിയല്ല. നമ്മൾ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ആ നസീഹത്തു സിറുൻ ബൈനൻ നാസിഹി വ ബൈനക, നിന്നെ ഉപദേശിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു രഹസ്യമാണ്. അവൻ വേറൊരാളെ മുന്നിൽ നിന്നെ വഷളാക്കാത്ത നിലക്ക് നിന്നെ ഉപദേശിക്കണം, എന്നാലേ ഉപദേശം ഫലം ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് വമൻ നസഹക ഫഖദ് അഹബ്ബക, നിന്നോട് ഉപദേശിക്കുന്നവൻ അവൻ നിന്നെ സ്നേഹിച്ചു. ഉപദേശിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? നിന്നെ ആളടിന്ന് വഷളാക്കി പറയാന്നല്ല, നിന്നിലുള്ളതായ പോരാത്തരങ്ങൾ സ്വകാര്യമായിട്ട് നിന്നെ വിളിച്ചു പറയാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ പല പള്ളിയിലും കേരളമുണ്ട്. പല ഉസ്താദ്മാരെ ദുആയിലോ അല്ലെങ്കിൽ മറ്റു വല്ല ഇതിലൊക്കെ വല്ല ഖുതുബയിലൊക്കെ വല്ല തകരാറും കണ്ടാൽ നമ്മൾ നിൽക്കാനും കഴിഞ്ഞാൽ അവിടെ നെഞ്ചിക്കാണ്ട് പറയില്ലല്ലോ, വഷളാക്കാൻ പാടില്ല. നമ്മൾ വളരെ സ്വകാര്യമായിട്ട് ഒന്നുകൂടെ അയാളെ ഫോൺ നമ്പർ വാങ്ങാം, അല്ലെങ്കിൽ രഹസ്യമായിട്ട് അയാളെ ഉപദേശിച്ചു പോവുക. അതാണ് ഉപദേശത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞത്. പൊതു ആളുകളോട് പൊതു കാര്യങ്ങൾ പരസ്യമായി പറയാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞാണ്. വ്യക്തിനോട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അവനക്ക് അപമാനം കൊടുക്കുമെന്ന് കണ്ടാൽ അവനെ അപമാനിച്ചുകൊണ്ടുള്ളതായ ഒരു നസീഹത്ത് അത് ശരിയല്ല. ഒമൻ ദാഹനൊക്കെ ഫഖദ് വശക്ക് എന്ന, നിന്നെ പൊക്കി പറഞ്ഞവൻ നിന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുണ്ടല്ലോ, നമ്മളെ സുഖിപ്പിക്കാൻ പറയാം, ആ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ പറയാം. നമ്മൾക്കൊക്കെ അങ്ങനത്തെ ആളുകൾ ഭയങ്കര ഇഷ്ടം, പൊക്കി പറഞ്ഞവനോടാണ് ഇഷ്ടം. നമ്മളിൽ എന്തെങ്കിലും പോരായ്മ വന്ന് പറഞ്ഞതിനോട് ദേഷ്യമാണ് ഈ കാരണം. ഇപ്പോൾ ഒരു പോരായ്മ ഒരുത്തര് പറഞ്ഞു, നമ്മളെപ്പോഴും അവനക്ക് എന്തെങ്കിലും സംഗതി കൊടുക്കണവനാണ്. പോരായ്മ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവനക്ക് നമ്മൾ പിന്നെ കൊടുക്കൂല.
ഇതിനെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ടാണെങ്കിൽ നാളെയും വന്നോ എന്ന് പറയും. പക്ഷെ ഈ പൊക്കി പറഞ്ഞവൻ അവൻ നിന്നെ ചതിക്കുന്നവനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കണം. മുഹമ്മദ് യഖ്ബൽ നസിഹതക ഫഹുവ ബിഅഖില്ലക. ഒരാൾ എൻ്റെ ഉപദേശം സ്വീകരിക്കണമെങ്കിൽ അവൻ എൻ്റെ സുഹൃത്തല്ലാന്ന് ഇജ്ജ് മനസ്സിലാക്കിക്കോ. ഇതൊരു യഥാർത്ഥ മുഅ്മിനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവമാണ്. അപ്പൊ നമ്മളെ ഹൃദയം വിശുദ്ധാവണം. ഹൃദയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ തങ്ങൾ കള്ളുപിടിക്കരുത് എന്ന് പറഞ്ഞു, തങ്ങൾ പെണ്ണ് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, തങ്ങൾ കക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, കളവ് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടി സ്വീകരിക്കാൻ എനിക്ക് കഴിയൂല നബിയെ, അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ അയാളോട് ചോദിച്ചു, എടോ ഞാൻ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന് ചോദിച്ചു. അത് ഞാൻ കേൾക്കുന്ന. എന്നാൽ റസൂൽ അയാളോട് പറഞ്ഞു, ഇന്ന പൊള്ളു പറയുന്നിട്ടോ എന്ന് പറഞ്ഞു. അത് ഞാൻ സ്വീകരിച്ചു തന്നെ, പൊള്ളു ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ഈ കള്ളുകൂടി വളരെ പരന്നൊരു കാലഘട്ട കണ്ട്. കള്ളുകുടിച്ചവൻ കള്ളുകുടിച്ച ആ സംഭവങ്ങളും അതിന്റെ സുഖങ്ങളും ഒക്കെ അതിന്റെ ആസ്വദിച്ചു പാടി പറഞ്ഞു. കള്ളുപിടിക്കലിന്റെ ഒരു ഹോബിയായിരുന്നു. കള്ളുപിടിക്കാൻ വേണ്ടി എന്റെ ആപ്പന്മാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സമ്പാദിച്ചതൊക്കെ ഞാൻ വിറ്റു തൊലച്ചു എന്നാ വൃത്തം പറഞ്ഞത്. അന്നത്തെ കാലഘട്ടത്തിൽ കള്ളു കുടിക്കുമ്പോഴുള്ള രംഗത്തിനെ പറ്റി പറഞ്ഞു. കള്ള് വളമ്പി തന്നവർ സുന്ദരന്മാരായ കുട്ടികളായിട്ട്, കള്ള് കുടിക്കുമ്പോൾ സുന്ദരികളാവുന്ന സ്ത്രീകൾ വന്ന് അവർ വസ്ത്രമില്ലാതെയും ഒക്കെ നമ്മളെ മുന്നിൽ വന്ന് നൃത്തം വെക്കും. ഇത്രമാത്രം കള്ളിൽ ആകർഷമായിരുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പൊ റസൂൽ അയാളോട് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞില്ല, റസൂൽ അയാളോട് പെണ്ണുപിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല, ഈ കക്കാൻ പാടില്ല, ഈ പൊള്ളു പറയരുതെന്ന് പറഞ്ഞു. അയാൾ റസൂലിനോട് അത് ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ റസൂലിന്റെ അടുത്ത് ഇയാൾ ഇസ്ലാമതൊക്കെ സ്വീകരിച്ചു. റസൂൽ പറഞ്ഞ ഈ ഉപദേശം സ്വീകരിച്ച് അയാൾ പോയി. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കള്ളു കുടിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ എല്ലാവരും കൂടി കള്ളു കുടിക്കാൻ വിളിച്ചു. അയാൾ പറഞ്ഞു, കള്ളു കുടിക്കാൻ ഞാൻ വരൂല. എന്താണെന്നറിയോ, കള്ള് കുടിച്ചാൽ കുടിച്ചിട്ടില്ല എന്ന് നബിനോട് എന്ന് പറയണം. കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പൊള്ളു അറിയില്ലോ. കുടിച്ചെന്ന് പറഞ്ഞാൽ ആ കള്ളു കുടിക്കാനായിട്ടുള്ള ശിക്ഷ നടപ്പിൽ വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് കള്ള് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ വ്യഭിചരിക്കാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കാൻ വരില്ല എന്ന്. എന്താ കാരണം? വ്യഭിചരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹിനോട് പൊള്ളു പറയേണ്ടി വരും. പൊള്ളു അറിയില്ല എന്ന് ഞാൻ റസൂലുള്ളാഹിനോട് ഏറ്റിട്ടുണ്ട്. ഇനി വ്യഭിചരിച്ചു എന്ന് വെക്കുക, വ്യഭിചരിച്ചു എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞാലോ, എന്നാൽ ആ വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പിൽ വരുത്തുകയും ചെയ്യും. ഇങ്ങനെ ഇയാൾ എല്ലാ തമ്മാഴത്തേക്കും ഒഴിഞ്ഞു. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രബോധന രീതി. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ പല ആളുകളും പല നിലക്കുള്ള തെറ്റുകളും ചെയ്യുന്നവരുണ്ടാവും. ഇവരോടൊക്കെ നമ്മൾ പറഞ്ഞ് ഉപദേശിച്ച് ഹൃദയം അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഹൃദയം മാത്രം വിശുദ്ധായാൽ പോലെ, ഹൃദയം വിശുദ്ധമായി കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ വിശുദ്ധി നമ്മൾ അവയവങ്ങളിലൊക്കെ കാണണം. നമ്മളെ അവയവത്തിൽ വിശുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു തമ്മാടിത്തരം ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ അവയവം അതിന് വഴിപ്പെടാതിരിക്കാന്ന്. ഇപ്പൊ ഒരാൾക്ക് കള്ളുപിടിക്കണം എന്ന് പറയും. എന്നാൽ കള്ളുപിടിക്കാൻ വേണ്ടി ചെന്ന് കള്ളിന്റെ ഗ്ലാസ് എടുക്കുമ്പോൾ അവന്റെ കൈ അതിന് വഴിപ്പെടാതിരിക്കാം. അവന് കൈ അങ്ങോട്ട് പോകൂല. അതാണ് യഥാർത്ഥ ഭൂമി എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് കക്കണം തോന്നി, കക്കാൻ ചെന്നപ്പോ കൈകൊണ്ട് ആ കളവ് മുതൽ എടുക്കാൻ വേണ്ടി അവന് കൈ പൊക്കിയപ്പോൾ അവന് കൈയാണ് പൊങ്ങണില്ല. മഹാനാവുന്ന ബിശ്റുൽ ആഫി തങ്ങളുടെ ഒരു ഭക്ഷണത്തിലേക്ക് മൂപ്പര് ക്ഷണിക്കപ്പെട്ടപ്പോൾ മൂപ്പരവിടെ ചെന്നിരുന്നു.